ശ്രീ അഷ്റഫ് കടക്കൽ, ഇവിടെ ഇന്നും ഖത്തർ, ഇന്നും ബഹ്റൈൻ, സൗദി അരാംകോ, കുവൈറ്റ്, ഇസ്രായേൽ അവരുടെ നേതാവിനെ കൊന്നു. അതിന് ഇറാന് തിരിച്ചടിക്കാനുള്ള അവകാശം 100% ഉണ്ട്. തിരിച്ചടിച്ചില്ലെങ്കിൽ അവരൊരു രാഷ്ട്രമല്ല. പക്ഷേ യുദ്ധം അടുത്തുകൂടി പോകാത്ത, സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന, ഇത്ര അടി കിട്ടിയിട്ടും ഞങ്ങൾ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള കരുത്തുണ്ട്, ഞങ്ങൾ റിസർവ് ചെയ്യുന്നു എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ എന്ത് പിഴച്ചു? നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരുപാട് ബന്ധുക്കൾ, 1 ലക്ഷത്തോളം മലയാളികൾ ചുറ്റുകിടക്കുന്ന സ്ഥലമൊക്കെയാണത്. അവരെന്ത് പിഴച്ചു ശേഷം കൊടുക്കൽ? ഹഷ്മി, ഇതില് നമ്മൾ ഈ പെട്ടെന്നുള്ള യുദ്ധ പശ്ചാത്തലത്തിൽ അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല. ഈ രാജ്യം 1979 വിപ്ലവത്തിന് ശേഷം ജിമ്മി കാർട്ടറിൻ്റെ സമയത്ത് 80 മുതൽ ഉപരോധത്തിലായിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ ഉപരോധം തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇറാഖിനെ ആയുധമണിയിച്ചുകൊണ്ട് ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായത്. ആ യുദ്ധം അവർ പിടിച്ചു നിന്നു. എന്നിട്ട് മേഖലയിലെ എല്ലാ സുന്നി രാഷ്ട്രങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെയുള്ള രഹസ്യവും, അതായത് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള മുന്നണി രൂപീകരണങ്ങളും നയതന്ത്ര നീക്കങ്ങളും ഇറാനെ ക്ഷയിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നടത്തി. അതും ഇറാൻ അതിജീവിച്ചു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലാണ് ഇറാൻ്റെ ഭരണഘടനയിൽ അവരെഴുതി ചേർക്കുന്നത്, ലോകത്തിലുള്ള എല്ലാ മർദ്ദിത ജനസമൂഹങ്ങൾക്ക് വേണ്ടിയും നിലനിൽക്കേണ്ടത് ഞങ്ങളുടെ മതപരമായ ബാധ്യതയാണ് എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഫലസ്തീൻ ജനതയുടെ സംരക്ഷണം ഞങ്ങളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്, വിശ്വാസപരമായ ഉത്തരവാദിത്തം മാത്രമല്ല ഭരണഘടനാപരമായ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് അവർ തീരുമാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അവിടെ കാണേണ്ട വേറൊരു സംഗതിയുണ്ട്. പശ്ചിമേഷ്യയിൽ ഡിഫൻസ് മെക്കാനിസം ഡെവലപ്പ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതിലേറ്റവും ശക്തമായി ഉയർന്നു വന്നത് ഇറാഖാണ്. ഇറാഖിൻ്റെ കാര്യത്തിൽ റെജീം ചേഞ്ച് അമേരിക്ക പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ റെജീം ചേഞ്ച് പറഞ്ഞു. ലിബിയയുടെ കാര്യത്തിൽ റെജീം ചേഞ്ച് പറഞ്ഞു. 2001 റെജീം ചേഞ്ചിൻ്റെ പേര് പറഞ്ഞ് അഫ്ഗാനിസ്ഥാൻ ഇൻവേഷൻ നടത്തി. അഫ്ഗാനിസ്ഥാൻ ഇൻവേഷൻ നടത്തിയിട്ട് 2 ദശകങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് നടന്നത് എന്ന് അതിൻ്റെ ചരിത്രം നമുക്ക് വളരെ വിശദമായി അറിയാമല്ലോ. നമ്മളും ഈ ഫ്ലോറിലിരുന്ന് ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട് ഈ അഫ്ഗാൻ വാർ സംബന്ധിച്ച്, അമേരിക്ക ഇൻവേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ. പക്ഷേ ഈ 2023 എന്ത് സംഭവിച്ചു? ആരെ പുറത്താക്കാൻ ശ്രമിച്ചോ അവർ തന്നെ വീണ്ടും അവിടെ ഭരണകൂടം സ്ഥാപിക്കുന്നു. പക്ഷേ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും മുച്ചൂടും തകർന്നു. ഇനി 2003 ഇറാഖിലെ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നത്. 1 മില്യൺ ജനതയാണ് കൊന്നൊടുക്കിയത്. എന്നിട്ട് അവിടെയും ആഭ്യന്തര പ്രശ്നങ്ങൾ, ഒരു ഭരണകൂടത്തെ വീണ്ടും സ്ഥാപിക്കുന്നു, അതിനെ വീണ്ടും നിഷ്കാസനം ചെയ്യുന്നു, അവർക്ക് താല്പര്യമുള്ള മറ്റൊരു ഭരണകൂടത്തെ കൊണ്ടുവരുന്നു, സുന്നി എന്ന് പറയുന്നു, ഷിയ എന്ന് പറയുന്നു, ആ അന്തസംഘർഷങ്ങൾ വീണ്ടും വീണ്ടും പെരുപ്പിക്കുന്നു. പക്ഷേ ആത്യന്തികമായി എന്താണ് സംഭവിച്ചത്? ഇറാഖ് എന്ന മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ്റെ ഏറ്റവും മഹത്തായ പാരമ്പര്യമുള്ള, 5000-ലധികം പാരമ്പര്യമുള്ള, ഏറ്റവും അധികം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്ന, ഏറ്റവും അധികം സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്ന, ഏറ്റവും അധികം കവികൾ ഉണ്ടായിരുന്ന, ഏറ്റവും വലിയ ബുദ്ധിജീവികൾ ഉണ്ടായിരുന്ന ഇറാൻ എന്ന് പറയുന്നൊരു രാഷ്ട്രവും ഇറാഖ് എന്ന് പറയുന്നൊരു രാഷ്ട്രവും ആ ഒരു സമൂഹവും ഒന്നുമല്ലാതായ അവസ്ഥ. ഇന്ന് ആ രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. 2011 റെജീം ചേഞ്ച് എന്ന് പറഞ്ഞ് ലിബിയയിൽ ഇടപെട്ടു. ലിബിയയുടെ ഇപ്പോഴത്തെ അവസ്ഥയും നമുക്കറിയാമല്ലോ. പക്ഷേ ഈ ലിബിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇടപെട്ടതുപോലൊരു റെജീം ചേഞ്ച് ഇറാനിൽ സാധ്യമല്ല. എന്ന് ഇറാൻ വാർ സ്ട്രാറ്റജിയിൽ മറ്റ് രാജ്യങ്ങൾ എടുക്കുന്ന സമീപനമല്ല എടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്രായേൽ ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ ഗൾഫ് മേഖലയിലെ GCCയിലെ അമേരിക്കൻ താവളങ്ങളും ഇനി അല്ലാത്ത സ്ഥലങ്ങളും അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ മേഖലയുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് തകരാറ് സംഭവിച്ചാൽ അത് ബിസിനസ്സിൽ എപ്പോഴും കണ്ണുവെച്ചിട്ടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഒരു പക്ഷേ ഞങ്ങൾ മുങ്ങുന്നെങ്കിൽ ഞങ്ങളോടൊപ്പം എല്ലാവരും മുങ്ങട്ടെ എന്ന ഒരു തത്വമായിരിക്കും ഒരുപക്ഷെ ഇറാൻ അതല്ലാതെ മറ്റു മാർഗമില്ല. ഇവിടെ ഈ ലോകത്തിൻ്റെ ഏറ്റവും ക്രൂരമായ നിസ്സംഗതയെക്കുറിച്ച് നമ്മൾ ആലോചിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഒരു രാജ്യം നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ്. ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന ഭരണാധികാരിയെയും ഭാര്യയെയും രാഖി രാമാനം പൊക്കിയെടുത്ത് തൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് ചങ്ങലയിട്ട് പ്രദർശിപ്പിച്ച് ജയിലിലടയ്ക്കുന്നു. ലോകത്ത് ആരെങ്കിലും അതിനെതിരെ ശബ്ദിച്ചോ?
നാളെ 60 ജേക്കബ് സാർ ദിവസമാവോ? ചോദിച്ചല്ലോ എന്തിനു അറ്റാക്ക് ചെയ്തു നാളെ അതുകൊണ്ടായിട്ട് 60 ദിവസമാവും. ആർക്കും ഉണ്ടായില്ല, ഐക്യരാഷ്ട്രസഭയില്ല, ആരുമില്ല. മഡൂറോ എവിടെ ചോദിക്കുന്നില്ല, അദ്ദേഹം ഭാര്യ എവിടെ ചോദിക്കുന്നില്ല. എന്നാ പകരം സ്ഥാപിച്ച പാവഭരണകൂടം ട്രംപ് പറയുന്ന പോലെ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടുന്നുണ്ട്. ഇറാനെ എന്തിന് അറ്റാക്ക് ചെയ്തു എന്ന് ചോദ്യം ഇപ്പൊ നമ്മുടെ പാനലിലിരുന്ന് തന്നെ രണ്ടുപേര് ചോദിച്ചു. എന്താണ് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള നമ്മുടെ കോമൺ സെൻസിനെ ദഹിക്കുന്ന ഒരു ഉത്തരം ആർക്കെങ്കിലും പറയാൻ കഴിയൂ? എന്ത് അപരാധമാണ് ഇറാൻ ഇപ്പോൾ ചെയ്തത്? ഒമാൻ മീഡിയേഷനിൽ എല്ലാത്തരം കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് പോകും. ഒരു പക്ഷേ ആ സമാധാനത്തിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ജൂണിലും 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം നടന്നത്. അന്നും ഇതുപോലെ തന്നെ ഖത്തറിന്റെ മീഡിയേഷനിൽ ചർച്ച നടക്കുന്നു. ആ ചർച്ച പുരോഗമിക്കുന്നു. ആ ചർച്ച ഒരു ശുഭപര്യവസാനിയിൽ എത്തും എന്ന് കണ്ടപ്പോൾ അവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഇടപെടുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇവരെല്ലാം സ്റ്റേജിൽ ആടിത്തിമിർക്കുകയാണ്. ഇതിൻ്റെ എല്ലാം സംവിധായകൻ ബെഞ്ചമിൻ നെതന്യാഹു എന്ന രക്തരക്ഷസാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ 16 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് ആ മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നു മാത്രമല്ല, ചരിത്രത്തിൽ കണ്ടുകേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ മനുഷ്യക്കുരുതിയുടെ ജിനോസൈഡിൻ്റെ പുതിയ അധ്യായങ്ങൾ അദ്ദേഹം വിരചിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമായ ആ സുരക്ഷിതത്വവും കേസുകളും ജയിലിലടയ്ക്കപ്പെടാനുള്ള സാധ്യതയും മറികടക്കാൻ വേണ്ടി കുരുതി കൊടുക്കപ്പെട്ടത് ഏതാണ്ട് 80,000-ഓളം ഗസയിലെ ജനങ്ങളല്ലേ? അതിലേതാണ്ട് 50,000-ന് മുകളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമല്ലേ? ഇതൊക്കെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? ഇപ്പം തന്നെ നമ്മൾ ഇവിടെ ഹാഷ്മി പറഞ്ഞു 160-ലധികം കുട്ടികൾ. അത് പ്രിലിമിനറി സ്കൂളാണ്. ആ സ്കൂളിലെ കുട്ടികളും LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അതുപോലെ തന്നെ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ എന്തിന് ഗാന്ധി എന്ന പേരിട്ടിട്ടുള്ള ഒരു ഹോട്ടലാണെന്ന് ഇറാനിൽ നിന്ന് തകർക്കപ്പെട്ടു. ഹോസ്പിറ്റൽ അത് തകർക്കപ്പെട്ടു. ഇന്ത്യയിൽ പോലും വാർത്തയല്ലാത്തൊരു സാഹചര്യമാണ്. മനസ്സിലാകുന്നില്ല ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്. ഒരു ഭ്രാന്തൻ ഭരണകർത്താവിൻ്റെ ആ മനസ്സിൽ തോന്നുന്ന ഒരുതരം ഹലൂസിനേഷനും മറ്റ് വിഭ്രാന്തികളും ഈ ലോകത്തെ തന്നെ എവിടെ കൊണ്ട് എന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊന്നും നമ്മളെ ആരെയും അലട്ടുന്നില്ല. ലോക നേതാക്കന്മാരുടെ പ്രശ്നമായി മാറുന്നില്ല. GCCയുടെ പ്രസ്താവനയിൽ ഇത് കാണുന്നില്ല. OICയുടെ അറബ് ലീഗിന്റെ പ്രസ്താവനയിൽ പോലും ഇതൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഭരണാധികാരി ഇതിനെല്ലാം ആവേശം പകർന്നുകൊണ്ട് അവിടെ പോകുന്നു. അവിടുത്തെ പാർലമെന്റിൽ ആവേശത്തോടെ പ്രസംഗിക്കുന്നു, ഫാദർലാൻഡ് എന്ന് പ്രഖ്യാപിക്കുന്നു. മദർലാൻഡും ഫാദർലാൻഡും ഒരുമിച്ച് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു വല്ലാത്ത ലോകം തന്നെ. ഈ ലോകം ഒരു ഡൂംസ് ഡേയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.